ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻസൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് നോമോഫോബിയ അല്ലെങ്കിൽ നോ മൊബൈൽ ഫോൺ. ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും ഫോണിലൂടെയാണ് ചെയ്യുന്നത് അല്ലേ? ATM ആയിക്കോട്ടെ, ബാങ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഗൂഗിൾ പേ, ഫോൺ പേ, Paytm അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിലൂടെയാണ് അല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സിനോടുള്ള ചാറ്റ്, വാട്സപ്പ് ഗ്രൂപ്പ്, സ്റ്റാറ്റസ്, സ്റ്റോറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഫോണിലൂടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിട്ട് ഫോണില്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിട്ട് ഏതാണ്ട് 19-ാം 20-ാം നൂറ്റാണ്ടായിട്ടുണ്ടാവും. നമുക്ക് ഫോണില്ലാതെ ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ വന്നില്ലേ. നമുക്ക് ഈ ഒരു ഫോണ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതായത് ഇപ്പോൾ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയാൽ നമുക്ക് മനസ്സിനൊരു ടെൻഷനായിരിക്കും. ഫോൺ എപ്പോഴാണ് ഓൺ ആവുക, അല്ലെങ്കിൽ ഫോണ് ഇനിയിപ്പോൾ ഞാൻ ഈ ടൈം ഇനി എനിക്ക് പോവില്ലല്ലോ, ഫോണിൽ ഞാൻ നോക്കുന്നില്ലല്ലോ, ഫോണ് ഓൺ ആയിരുന്ന ടൈമിൽ എനിക്ക് ഫോണിൽ നോക്കുമ്പോൾ സമയം പെട്ടെന്ന് പോയിരുന്നു, ഇപ്പം എനിക്ക് സമയം പോകുന്നില്ലല്ലോ, അങ്ങനെയുള്ളൊരു തോന്നൽ മനസ്സിലേക്ക് വരിക. അതുപോലെ ഫോണൊന്ന് കാണാതായാൽ നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുക, അതുപോലെ ബ്ലഡ് പ്രഷർ ഉണ്ടാവുക, അതുപോലെ നമുക്ക് ഹെഡ് പെയിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരിക. ഇതൊക്കെ ഈ ഒരു ഫോണിന് അഡിക്റ്റ് ആയ ആൾക്കാർക്ക് വരുന്നതാണ്. ഇങ്ങനെയുള്ളൊരു രോഗത്തിന് പറയുന്നതാണ് നോമോഫോബിയ. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഫോണ്. 2008 ഈ ഒരു രോഗം കണ്ടുപിടിച്ചത്. UK യുഗാവ് എന്ന് പറയുന്ന ടീംസാണ് ഈ ഒരു നോമോഫോബിയ എന്ന് പേര് വിളിക്കുന്നത്. ഇപ്പോൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 40% ആളുകളിലും ഈ ഒരു രോഗം കണ്ടുവരുന്നുണ്ട്. 18-നും 24-നും ഏജിനുള്ള ആൾക്കാരിലാണ് ഈ ഒരു രോഗം കണ്ടുവരുന്നതെങ്കിലും ഒരു 35-45 ഏജ് ആയ ആളുകളിലും ഈ ഒരു രോഗം കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ജനിച്ച് വളരുന്ന കുട്ടികളിൽ പോലും ഈ ഒരു രോഗം കണ്ടുവരികയാണ്. കാരണം ഇവർക്ക് ഈ ഫോണ് എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾ ഫുഡ് കഴിക്കാത്ത ടൈമിൽ അവർക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് ടേബിൾ അറിയുമ്പോൾ ഗെയിംസും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അതുപോലെ കുട്ടികൾ വാശി പിടിക്കുന്ന ടൈമിൽ കുട്ടികളെ വാശി നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു ഫോൺ നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ കുട്ടികളും ഈ ഒരു ഫോണിന് അഡിക്റ്റ് ആയി വരുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. നമ്മൾ തന്നെ ഈ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. സോ ഈ ഒരു ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ ഒരു ഫോണ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ ഫോണിലൂടെ മാത്രം ചുരുങ്ങി റിയാലിറ്റിയിലേക്ക് വരാൻ അവർക്ക് നല്ല ഇഷ്യൂ ആയിരിക്കും. റിയാലിറ്റിയിലേക്ക് അവർക്ക് വരാൻ കഴിയില്ല ഒരിക്കലും. ഫോണിലൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ ഫോണിലൂടെ മാത്രം ഇപ്പൊ ആളുകളുടെ മുമ്പിൽ ഇരിക്കുന്ന ടൈമിലൊക്കെ അവരോട് സംസാരിക്കാതെ വെറും ഫോണിൽ ഇങ്ങനെ റീൽസ് കാണുക, അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിൽ അവർ ഒതുങ്ങി കൂടിയ റിയാലിറ്റിയിലേക്ക് അവർക്ക് വരാൻ നല്ല ഇഷ്യൂ ആയിരിക്കും. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഉറങ്ങുന്ന ടൈമില്, അതായത് ഉറങ്ങാൻ കിടക്കുന്ന ടൈമില് നമ്മൾ വെറുതെ രാത്രിയിലൊക്കെ നമ്മൾ ഫോൺ ഇങ്ങനെ ചെക്ക് ചെയ്യുക, വെറുതെ വാട്സപ്പ് ഗ്രൂപ്പ് സ്ക്രോൾ ചെയ്ത് പോവുക, അതുപോലെ ഷോർട്സ് കാണുക, റീൽസ് കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ ഇതിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഈ ഒരു ഫോൺ, അതായത് എന്തെങ്കിലും അലേർട്ട് വന്നു കഴിഞ്ഞാൽ റേഞ്ച് ഉണ്ടോ ഇല്ലേന്ന് ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുക. അതുപോലെ രാവിലെ എണീക്കുന്ന ടൈമിലാണെങ്കിലും ഫോൺ സ്ക്രോൾ ചെയ്ത് പോവുക. എണീറ്റ പാടെ തന്നെ ഫോൺ എടുത്തിട്ട് വെറുതെ സ്ക്രോൾ ചെയ്ത് പോവുക. എന്തെങ്കിലും വാട്സപ്പിൽ വല്ല മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതേപോലെ ഇനിയിപ്പോൾ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞാൽ പോലും വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. അതായത് ഫോൺ കാണാതായാൽ, ഫോൺ ഒന്ന് ഓഫ് ആയാൽ പോലും നമുക്ക് മനസ്സിനൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുക. അതുപോലെ എന്നെയും കൊണ്ട് കഴിയില്ല ഫോണില്ലാതെ ജീവിക്കാൻ, എനിക്ക് അങ്ങനെ ഒരു ഇതേ ഇല്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരിക. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം, ഇപ്പോഴത്തെ റിസർച്ച് ഇതിന് പരിഹാരമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്താന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഫോണിൽ ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക. ഈ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോണിൽ ഒരുപാട് ആപ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ആപ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങൾ ടൈം ലിമിറ്റ്, അതായത് ആ ഒരു ആപ്പിൽ കയറിയിട്ട് നമുക്ക് ഫോണിൽ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക, ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഫോണിന്റെ ഉപയോഗം കുറക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യുക. അതായത് ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള
ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യുക. അതായത് ഇപ്പോൾ ഫോണിൽ നമുക്ക് വാട്സപ്പ്, അനാവശ്യമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പുകളുണ്ടാവും. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡിസേബിൾ ചെയ്യുക. പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഡിസേബിൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനെസറി ആപ്സ് റിമൂവ് ചെയ്യുക. അതായത് നമ്മുടെ ഫോണിൽ ആവശ്യമില്ലാത്ത കുറേ ആപ്സും കാര്യങ്ങളും ഉണ്ടാവും. ആ ആപ്സും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അതായത് ഫ്രണ്ട്സിന്റെ കൂടെയും ഫാമിലിന്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ സൈലന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിനൊരു, അതായത് നമ്മളെ ഹേർട്ട് ബീറ്റ് കുറക്കാൻ സഹായിക്കും. അതുപോലെ നമ്മൾ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണല്ല നമുക്ക് എന്റർടൈൻമെന്റ് എന്ന് മനസ്സിനെ പറഞ്ഞ് ഉറപ്പാക്കുക. അതായത് സ്റ്റോപ്പ് യൂസ് സ്മാർട്ട് ഫോൺ ഫോർ എന്റർടൈൻമെന്റ്. അതായത് നമ്മൾ എന്റർടൈൻമെന്റ് ഫോണുമായിട്ട് വേണ്ട എന്നുള്ളത് മനസ്സിനെ പറഞ്ഞ് ഉറപ്പാക്കുക. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും ഫോണിന് അഡിക്റ്റ് ആയവരാണ്. ഇനി വരുന്ന തലമുറയിൽ പോലും ഫോണിന് അഡിക്റ്റ് ആയി വരുന്ന ആളുകളാണ്. പറഞ്ഞതുപോലെ ചെറിയ കുട്ടികളിൽ പോലും ഇപ്പോൾ ഈ നോമോഫോബിയ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോമോഫോബിയ ഇല്ലാതാക്കാൻ ഇതിനുള്ള റിസർച്ച് കണ്ടെത്തിയിട്ടുള്ള പരിഹാരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഫോണ് എന്നുള്ള കാര്യം ഒഴിവാക്കാൻ കഴിയും. അതായത് ഇപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള ആപ്സും കാര്യങ്ങളും ഡിലീറ്റ് ആക്കുക. ഫോണില്ലാതെയും നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് മനസ്സിനെ പറഞ്ഞ് ഉറപ്പാക്കുക. ഫോണില്ലാതെ നമുക്ക് തീർച്ചയായും ജീവിക്കാൻ കഴിയും മനസ്സിനെ പറഞ്ഞ് ഉറപ്പാക്കുക. നമ്മളെ തന്നെ ഒന്ന് സെൽഫ് കൺട്രോൾ ചെയ്യുക. അതായത് നമ്മളെ തന്നെ ഒന്ന് സെൽഫ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഫോണില്ലാതെയും ജീവിക്കാൻ കഴിയും, ഫോണില്ലാതെയും ഞാൻ ഹാപ്പി ആവും എന്നുള്ളത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും ഫോൺ യൂസ് ചെയ്യരുത്. ഫാമിലിയുടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫോണിലൂടെ ഒതുങ്ങി കൂടിയിട്ട് ഒരിക്കലും ടൈം സ്പെൻഡ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഈ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് വരും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.